കൊട്ടാരക്കര കോട്ടാത്തലയിൽ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സംഗമം അലങ്കോലപ്പെടുത്തി CPM. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ് CPM നേതാക്കളുടെ അതിക്രമം. പൊതുയോഗം കഴിഞ്ഞു മടങ്ങിയ മധ്യവയസ്കനെയും CPMകാർ മർദ്ദിച്ചു. ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയോടെ കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീ ക്ഷേത്രത്തിലെത്തി നടത്തിയ പൊതുയോഗത്തിനിടെയാണ് CPM നേതാക്കൾ അതിക്രമം നടത്തിയത്. ക്ഷേത്രങ്ങളിൽ നിയമപരമായ രീതിയിൽ ഉച്ചഭാഷിണി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിക്കെതിരെയും വ്യാജ പരാതികൾക്കെതിരെയുമായിരുന്നു പ്രതിഷേധ സംഗമം. ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സമിതിയുടെ നേതൃത്വത്തിൽ 15ഓളം ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേദിയിൽ ക്ഷേത്ര ഭാരവാഹികളെ മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടേക്ക് CPM ഏരിയ കമ്മിറ്റി അംഗം N ബേബിയും ലോക്കൽ സെക്രട്ടറിയും അടങ്ങുന്ന സംഘം കയറിയിരുന്നു. ഉദ്ഘാടകൻ പ്രസംഗത്തിനിടെ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. അപ്പോ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. അന്ന് മനസ്സിലാക്കുവാൻ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി, നമസ്കാരം. നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികൾ പങ്കെടുത്ത പ്രതിഷേധ സംഗമമാണ് CPM അലങ്കോലപ്പെടുത്തിയത്. പിന്നാലെ പൊതുയോഗം കഴിഞ്ഞു മടങ്ങിയ വയോധികനെ CPM DYFI പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചു. മർദ്ദനമേറ്റ 61കാരനായ ബാബുരാജൻ പിള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കൊല്ലം.